വരുമാനം കിട്ടി തുടങ്ങിയോ എന്നുള്ളതാണ് കേട്ടോ എല്ലാവരും ചോദിക്കുക. ഒരു 260 വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയണ്ടായിരുന്നില്ല. ആദ്യം ഒരു ഐഡിയ വേണം, അതായത് ഞാൻ എന്ത് ഇടും ഈ ചാനലിൽ എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. ക്ലിക്കാൻ കുറച്ച് സമയം എടുക്കും. എത്രത്തോളം ഇതിന് വേണ്ടി കഷ്ടപ്പെടുന്നോ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് മണിക്കൂറുകൾ കൂടുക. 3 മാസം കൊണ്ട് നമ്മൾ ഷോർട്സിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ആദ്യം തന്നെ വലിയൊരു നന്ദി പറയുകയാണ് കേട്ടോ. അത്രയും പേരെങ്കിലും ആ വീഡിയോ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ചാനൽ മോണിറ്റൈസർ ആക്കും. പരസ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമാനം കിട്ടും. ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ പേരായിട്ട് എന്നോട് ചോദിക്കുന്നു യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടോ, യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ വരുമാനം കിട്ടി തുടങ്ങിയോ എന്നുള്ളതാണ് കേട്ടോ എല്ലാവരും ചോദിക്കുക. ഒരു 260 വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വീഡിയോസ് ആയല്ലോ, അപ്പോൾ എന്തായാലും വരുമാനമൊക്കെ കിട്ടും എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ ഞാനൊരു 5-6 മാസമായിട്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് കറക്റ്റായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട്. ഒരു 5-6 മാസമായിട്ടുള്ളൂ കേട്ടോ. ഞാൻ 8-9 മാസമൊക്കെ ഈ ചാനൽ തുടങ്ങിയിട്ട്. പക്ഷെ അന്നേക്ക് കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസൊക്കെ കണ്ട് പഠിച്ച് അങ്ങനെയാണ് കേട്ടോ കൂടുതലായിട്ടും ചെയ്യുന്നത്. എന്നാലും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും എനിക്ക് ചെയ്യാറില്ല. എന്നാലും എൻ്റെ കഴിവിനനുസരിച്ചിട്ട് ഞാൻ ഓരോന്ന് ചെയ്യണത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും അറിയായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ അഭിനയിക്കാനും, കൂടുതലായിട്ടൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിനയിക്കാനും അങ്ങനെയൊക്കെ അറിയുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് തുടങ്ങി വെച്ചത്. നമ്മുടെ കയ്യിൽ നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആദ്യം ഒരു ഐഡിയ വേണം, അതായത് ഞാൻ എന്ത് ഇടും ഈ ചാനലിൽ എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. ഒന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ നന്നായി ഡാൻസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഡാൻസ് വീഡിയോസ് മാത്രം ഇടാൻ വേണ്ടി ചെയ്യുക. അതല്ല പാട്ട് പാടുന്നവരാണെങ്കിൽ പാട്ട് പാടാൻ വേണ്ടി, അതല്ലെങ്കിൽ നന്നായി കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ കുക്ക് ചെയ്യാൻ, അങ്ങനെ ഓരോരോ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ഒരു ചാനൽ തുടങ്ങുമ്പോൾ. അപ്പോൾ ഒരേ കണ്ടന്റിനെ നമ്മൾ ഇട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് സക്സസ് ആവും കേട്ടോ. അപ്പോൾ ഒരേ കണ്ടന്റിനെ, അതായത് ഏതിലാണോ നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്, അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ക്ലിക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ ഇതിൽ വന്നതിന് ശേഷമാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. ഞാനാണെങ്കിൽ എല്ലാതരം വീഡിയോസ് ഉൾക്കൊള്ളിച്ചിട്ട് ഇടാന്നുള്ളതാണ് വിചാരിക്കുന്നത്. അതായത് ഞാനൊരു ഫാമിലി വ്ളോഗിങ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് ഇടുന്നത്. അല്ലാതെ ഞാൻ ഒറ്റ കണ്ടന്റ് പിടിച്ചിട്ട് എന്തെങ്കിലും ഒരു ഇത് മാത്രം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാവും എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാവിധ കാര്യങ്ങളും മിക്സ് ചെയ്തിട്ട് നമ്മുടെ കുടുംബവിശേഷങ്ങളും അങ്ങനെ എല്ലാം കൂടിയിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ ക്ലിക്കാവാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ എന്നാലും അത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ. നമ്മൾ കുടുംബങ്ങൾ, ഓരോ വിശേഷങ്ങൾ, നമ്മൾ എവിടെയെങ്കിലും പോകുന്നതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമുണ്ട്. അങ്ങനെയുള്ള ചാനലുകൾക്കൊക്കെ ഇപ്പോൾ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തവരാണ് കേട്ടോ കൂടുതലായിട്ട് ഈ വരുമാനത്തെ പറ്റി അന്വേഷിക്കുന്നത്. കാരണം അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഇതിന് ഒരുപാട് നിയമങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട് എന്നുള്ളതൊന്നും അവർക്കറിയില്ല. അതുകൊണ്ടാണ് അവർ വരുമാനം കിട്ടുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഡേറ്റ് എനിക്ക് ഓണൊക്കെ കഴിഞ്ഞതിന് ശേഷം 1000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അപ്പോൾ 1000 സബ്സ്ക്രൈബർ ആയാലും നമുക്ക് പൈസ കിട്ടില്ല. ഇതിന് വേറെ ഒരു നിയമമുണ്ട്. 1000 സബ്സ്ക്രൈബർ നമുക്ക് എന്തായാലും വേണം. അത് ഒരു കണ്ടീഷനാണ് കേട്ടോ ഇതിൻ്റെ. പിന്നെ ഈ ലോങ് വീഡിയോസിന് 1 വർഷം കൊണ്ട് 4000 മണിക്കൂറാവണം. നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർ കണ്ടിട്ട് 4000 മണിക്കൂർ ഒരു 365 ദിവസത്തിനുള്ളിൽ, 1 വർഷം തന്നെ ആവണമെന്നില്ല, അതിന് മുന്നേ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എത്രത്തോളം ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നോ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് മണിക്കൂറുകൾ കൂടുക. നമുക്ക് മറ്റുള്ളവർക്ക് കാണാൻ ഇഷ്ടമുള്ള നല്ല നല്ല വീഡിയോസാണ് നമ്മൾ ഇടുന്നത്. നമ്മുടെ വീഡിയോസ് കൂടുതൽ പേര് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മണിക്കൂറാവും കേട്ടോ. അപ്പോൾ അതല്ല, 1 വർഷം കൊണ്ട് നമുക്ക് 4000 മണിക്കൂർ ആക്കാനുള്ള സമയം അവർ തരുന്നുണ്ട്. അതല്ലാതെ പിന്നെ നമ്മൾ ഷോർട്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ, ഷോർട്സ് വീഡിയോസിലാണെങ്കിൽ 3 മാസം കൊണ്ട് നമുക്ക് 100 ലക്ഷം വ്യൂസ് വരണം കേട്ടോ. 3 മാസം കൊണ്ട് നമ്മൾ ഷോർട്സിൽ 100 ലക്ഷം വ്യൂസ് വരണം. അതെന്തായാലും നമുക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നവർക്കാണ് കേട്ടോ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും 100 ലക്ഷം വ്യൂസൊക്കെ നമുക്ക് നമ്മുടെ ഷോർട്സിൽ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ലോങ് വീഡിയോസിനാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ലോങ് വീഡിയോസ് ഇട്ടിട്ട് 1 വർഷം കൊണ്ട് 4000 മണിക്കൂർ ആക്കാമെന്നുള്ളതാണ് വിചാരിക്കുന്നത്. അത് പക്ഷേ 1 വർഷം കൊണ്ട് നടക്കുമെന്നുള്ളത് അറിയില്ല. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ 3, 4, 5 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് 1 മണിക്കൂർ ആവണമെന്നുണ്ടെങ്കിൽ തന്നെ എത്ര ടൈം എടുക്കും. പിന്നെ ഇപ്പം നമുക്ക് ഈ 4000 മണിക്കൂർ ആവണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയും കഷ്ടപ്പാടാണ്. അപ്പോൾ സൈഡായിട്ട് നമുക്കിങ്ങനെ വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൈഡായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം ഇതെന്ന് ഉള്ളൂട്ടാണ് ഞാൻ പറയുന്നത്. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കഷ്ടപ്പെട്ടെങ്കിലാണ് നമുക്ക് കിട്ടുള്ളൂ. അതല്ലാതെ നമ്മൾ മെല്ലെ കൊണ്ടുപോയാലും നമുക്ക് കിട്ടില്ല. നല്ല ബുദ്ധിപൂർവ്വം നല്ല നല്ല കണ്ടന്റുകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വ്യൂസ് പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ വേറെ എന്തെങ്കിലും നമ്മൾ മറ്റുള്ളവരെ എന്തെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്ന വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വ്യൂസ് വരും. പിന്നെ കുക്കിംഗ് മാത്രം ചെയ്തിട്ട് ഉള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും കുറേ കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ
വ്യൂസ് വരും. ഒരേ കണ്ടൻറ്റ് നമ്മൾ ഇട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സക്സസ് ആവാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ ഒരേ കണ്ടൻറ്റ് ഇടാൻ പേടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ആ സെയിം കണ്ടൻറ്റിൽ പോകാൻ നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ വ്യൂസൊക്കെ പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫാമിലിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ അത് നമുക്ക് എപ്പോഴെപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടാണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് മെല്ലെ മെല്ലെ വ്യൂ വന്നാലും കുഴപ്പമില്ല, കുറേ കാലം അതായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വരുമാനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് ചാനലൊന്നും അറിയാത്തവരാണ് കേട്ടോ അത് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് പറഞ്ഞുതരാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്കും കൂടുതലായിട്ടൊന്നും അറിയില്ല, ഞാനിങ്ങനെ പഠിച്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈയിടെയായിട്ട് എന്നോട് എല്ലാവരും ചോദിക്കുന്നതാണ് വരുമാനം കിട്ടുന്നില്ലേ ഞാൻ 260 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നിട്ട് ഇത്രയായിട്ട് എനിക്ക് എന്താ വരുമാനം കിട്ടാത്തതെന്നൊക്കെ. അപ്പോൾ ഏകദേശം 1 വർഷത്തിനടുത്ത് ആവാറായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ആ മണിക്കൂർ ഇപ്പോഴും 500 പോലും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ 4000 എത്തിയെങ്കിലാണ് എനിക്ക് അതിന് വരുമാനം കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, എന്നാലാണ് എനിക്ക് പെട്ടെന്ന് വരുമാനം കിട്ടുള്ളൂ. വരുമാനം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വീഡിയോ ഇടും കേട്ടോ. വീഡിയോ ഇട്ടിട്ട് ഞാൻ എന്തായാലും അത് അറിയിക്കും വരുമാനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ചാനലിൽ 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബറും ആയിക്കഴിഞ്ഞാലാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി എന്ന് പറയാം കേട്ടോ. അപ്പോൾ മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് അപ്ലൈ ചെയ്യണം. അവർക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ ചാനൽ മോണിറ്റൈസറാക്കും. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് $100 ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് ക്യാഷ് കിട്ടുക. പിന്നെ അതിന് ശേഷം നമ്മളിടുന്ന വീഡിയോസിൽ പരസ്യങ്ങൾ വന്ന് ആ പരസ്യത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന വരുമാനം $100 ആയിട്ടാണ്. $100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ റുപ്പിയിലേക്ക് മാറ്റുമ്പോൾ അതൊരു 8000 അങ്ങനെ എന്തോ ക്യാഷാണ് കേട്ടോ, സംതിങ് എന്തോ പൈസയാണ്. അപ്പോൾ അതാണ് നമുക്ക്. അപ്പോൾ ആ 100-ന് ആക്കാം നമുക്ക്, പക്ഷേ 100 തികഞ്ഞെങ്കിലേ നമുക്ക് ആ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ നിയമങ്ങളുണ്ട് കേട്ടോ അതിന്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പരസ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമാനം കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും പരസ്യങ്ങളൊക്കെ കയറുന്ന കാണാണ്ട്. അപ്പോൾ ഞാനും പരസ്യം കയറുമ്പോൾ സന്തോഷിക്കും കേട്ടോ. പക്ഷേ അപ്പോൾ അങ്ങനെ ഇപ്പോൾ പരസ്യം കയറുന്നതല്ല കണക്കിലെടുക്കുക. നമ്മളുടെ ചാനൽ മോണിറ്റൈസ് ആയതിനു ശേഷം നമ്മുടെ ചാനലിൽ കയറുന്ന പരസ്യങ്ങളാണ് നമുക്ക് വരുമാന മാർഗം ആവുന്നത് എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എനിക്കും കൂടുതൽ വിവരങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ചാനൽ സക്സസ് ആയി കഴിഞ്ഞാൽ മണിക്കൂറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ എന്തായാലും 1000 സബ്സ്ക്രൈബറൊക്കെ ആയിട്ടുണ്ട്. മണിക്കൂറും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ക്യാഷൊക്കെ കിട്ടാൻ ഉള്ളത് എനിക്ക് ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പറയും. മോണിറ്റൈസ് ആയാൽ ഞാൻ പറയും, പിന്നെ വരുമാനം കിട്ടുമ്പോൾ ഞാൻ പറയും. അപ്പോൾ എല്ലാതും ഞാൻ പറയുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരുപാട് മുന്നോട്ട് പോയെങ്കിലാണ് എനിക്ക് വരുമാനം കിട്ടുള്ളൂ. അപ്പോൾ ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. തുടങ്ങുന്ന സമയത്ത് 1000 സബ്സ്ക്രൈബർ ആവുമെന്നും കൂടി എനിക്ക് സംശയമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് 1000 സബ്സ്ക്രൈബർ ആയി. അതിന് ഞാൻ കുറച്ച് സമയം എടുത്തു. എനിക്ക് ഒരു മാസം 100 സബ്സ്ക്രൈബർ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കോമഡി ഷോർട്സൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുള്ളത് കൂടുതലായിട്ടും. പിന്നെ ഈ ഓണൊക്കെ വന്ന സമയത്ത് പൂവിട്ടിട്ട് അങ്ങനെയൊക്കെയാണ്, അതിൽ കേട്ടോ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ആദ്യം തന്നെ വലിയൊരു നന്ദി പറയുകയാണ് കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോസും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക, അതാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു 100-200 ആൾ എന്തായാലും കാണുന്നുണ്ട് കേട്ടോ. അതിലേക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എൻ്റെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അത്രയും പേരെങ്കിലും ആ വീഡിയോ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് കടമകൾ കിടക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.